Welcome to Garam Masala, the magic spices of cooking. ഉണക്കച്ചെമ്മീൻ അച്ചാർ. ഇന്ന് നമുക്ക് ഉണക്കച്ചെമ്മീൻ ഉപയോഗിച്ച് എങ്ങനെ അച്ചാർ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനുവേണ്ടി ഞാൻ 1 കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്കൊരു പാൻ ചൂടാക്കി എടുക്കാം. ഇതിലോട്ട് നമുക്ക് ഉണക്കച്ചെമ്മീൻ ചേർത്ത് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം. ചെമ്മീൻ നല്ലവണ്ണം ഡ്രൈ ആയി വരണം. ഇത് കരിഞ്ഞു പോകരുത്. നമ്മുടെ ചെമ്മീൻ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പിക്കിൾ തയ്യാറാക്കി എടുക്കാം. ഇതിനുവേണ്ടി 3 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി എടുക്കാം. ചൂടായ എണ്ണയിലോട്ട് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് 3 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില ഇവ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് 2 ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി ഇവ ചേർത്ത് കൊടുക്കാം. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും എല്ലാം നല്ലൊരു സ്മെൽ വരണം. ഫ്ലെയിം കുറച്ചതിന് ശേഷം ഇതിലോട്ട് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമുക്ക് 3 ടേബിൾ സ്പൂൺ അച്ചാർ പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഹോം മെയ്ഡ് പിക്കിൾ പൗഡറാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്കിതിനെ നന്നായി വഴറ്റിയെടുക്കണം. ഈ പൗഡറുകൾ കരിഞ്ഞു പോകരുത്. അടുത്തതായി ഇതിലോട്ട് നമുക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പുളിവെള്ളത്തെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ പുളിവെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഇനി വിനാഗിരി ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ വിനാഗിരി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. വിനാഗിരി വറ്റി പോകരുത്. ഇനി നമുക്കിതിനെ തണുപ്പിച്ചെടുക്കണം. തണുത്തതിന് ശേഷം വേണം നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ ഗ്രേവി തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇതിനെ നമുക്ക് നന്നായി മിക്സ് ചെയ്തെടുക്കണം. 2-3 ദിവസത്തിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. ചെമ്മീനിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ സൂക്ഷിച്ചു വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. അങ്ങനെ നമ്മുടെ ഉണക്ക ചെമ്മീൻ അച്ചാർ തയ്യാറായിട്ടുണ്ട്. ഇതിനെ നമുക്ക് എയർ ടൈറ്റ് കണ്ടെയ്നറിലോട്ട് മാറ്റാം. 2-3 ദിവസത്തിന് ശേഷം നമുക്കിതിനെ ഉപയോഗിക്കാം. Thank you.